ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. സിബി മലയാലിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തിയ വിദ്യാസാഗർ സംഗീതം നൽകിയ സിയാദ് കോക്കർ നിർമ്മിച്ച ദേവദൂതൻ ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തെത്തിയിരിക്കുകയാണല്ലോ. 24 വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ദേവദൂതൻ റിലീസ് ചെയ്തപ്പോൾ സിനിമയ്ക്ക് ലിമിറ്റഡ് റിലീസാണ് ലഭ്യമായത്. മറ്റ് സിനിമകളുടെ ക്ലാഷിനൊപ്പമാണ് റിലീസ് ചെയ്യേണ്ടി വന്നതെങ്കിൽ പോലും എങ്ങും മികച്ചൊരു ബുക്കിംഗുമായിട്ട് തരംഗമായിട്ട് സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ കേരള പ്രീസെയിൽ കണക്കുകൾ ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്നപ്പോൾ 18 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള പ്രീസെയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് പ്രീസെയിൽ 22 ലക്ഷത്തിനടുത്തേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റ് മലയാളം സിനിമകളുടെ പ്രീസെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സിനിമകളെക്കാൾ ഇരട്ടിക്ക് മുകളിൽ, അതല്ലെങ്കിൽ ആ സിനിമകളുടെ ആകെ പ്രീസെയിലിനേക്കാൾ മുകളിലാണ് ഇന്നത്തെ ദേവദൂതൻ എന്ന സിനിമയുടെ പ്രീസെയിൽ എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അപ്പോൾ മികച്ചൊരു തുടക്കം സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ട്രാക്കിംഗ് എസ്റ്റിമേറ്റ് കണക്കുകൾ കേട്ട് കാത്തിരിക്കൂ. മൺചിത്രത്താഴ് റിലീസിനൊരുങ്ങുന്ന അടുത്ത ലാലേട്ടന്റെ സിനിമയാണല്ലോ സ്ഫടികം, ദേവദൂതൻ എന്നീ സിനിമകളുടെ റിലീസ് തരംഗത്തിന് ശേഷം അടുത്തൊരു വൻ തരംഗമാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന സിനിമയാണ് മൺചിത്രത്താഴ്. ഈ ചിങ്ങം 1-ാം തീയതി ഓഗസ്റ്റ് 17-ാം തീയതിയാണ് മൺചിത്രത്താഴ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. ദേവദൂതന്റെ തിയേറ്റർ റിലീസിനിടയിൽ ഇന്റർവെല്ലിനിടയിൽ മൺചിത്രത്താഴിന്റെ പുതിയ ട്രെയിലർ കൂടി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഒരു ട്രെയിലർ യൂട്യൂബിലൂടെ പുറത്തു വന്നിരുന്നു. അതല്ല, മറ്റൊരു ട്രെയിലറാണ് ഇന്ന് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 2 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ട്രെയിലറിലാണെങ്കിൽ ലാലേട്ടൻ, ശോഭന, സുരേഷ് ഗോപി മുതൽ കുതിരവട്ടം പപ്പു, ഗണേഷ് കുമാർ വരെയുള്ള സിനിമയിലെ സകല താരങ്ങളെയും നമുക്ക് ആ ട്രെയിലർ കട്ടിൽ കാണാം. ആ ട്രെയിലർ ഉടനെ യൂട്യൂബിലും റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് ദേവദൂതൻ എന്ന സിനിമയുമായിട്ട് ക്ലാഷ് റിലീസിനെത്തി ഏറ്റവും പുതിയ മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ അഭിനയിച്ച ലെവൽ ക്രോസ്. സിനിമയുടെ അഭിപ്രായങ്ങൾ നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിയിച്ചതുപോലെ ആവറേജും അതിന് മുകളിലുള്ള സകല അഭിപ്രായങ്ങളും സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അതായത് ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ലെവൽ ക്രോസ് ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. ആസിഫ് അലിയുടെ മികച്ച പെർഫോമൻസ് ഉള്ള സിനിമ, വിദേശത്ത് ചിത്രീകരിച്ച സിനിമ, ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്ത സിനിമ, ജിത്തുവിന്റെ ശിഷ്യൻ സംവിധാനം ചെയ്ത സിനിമ, ദുൽഖർ വിതരണം ചെയ്ത സിനിമ എന്നിങ്ങനെ പല പ്രത്യേകതകൾ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ പോലും ഇതുവരെ സിനിമയുടെ ബുക്കിംഗ് ഒന്നും തന്നെ കാര്യമായിട്ട് വർദ്ധിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സിനിമയെ സംബന്ധിച്ച് ചിത്രം വിജയിക്കണമെങ്കിൽ തലവനേക്കാൾ കൂടുതൽ കളക്ഷൻ സിനിമ നേടിയെടുക്കണമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. സമീപകാല ആസിഫ് അലി സിനിമകളിൽ തന്നെ അല്പം ബഡ്ജറ്റേറിയ സിനിമ കൂടിയാണ് ലെവൽ ക്രോസ്. 10 കോടിയിലേറെ ബഡ്ജറ്റ് ഉണ്ട് എന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ട സിനിമയ്ക്ക് 15-20 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും ലെവൽ ക്രോസിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.